കട്ടപ്പന പവിത്ര ജ്വല്ലറി ഉടമ സണ്ണി ഫ്രാൻസിസിന്റെ മരണവാർത്തയാണ് ഇന്ന് നമ്മളെ ആകെ നടുക്കിയത്. ഈ മരണം അസ്വാഭാവികം ആയിരുന്നു, ആസൂത്രിതമായിരുന്നു എന്ന സംശയം ഓരോ മലയാളിക്കും ഉണ്ട്. അദ്ദേഹത്തിൻ്റെ സന്തപ്ത കുടുംബ അംഗങ്ങൾക്കും ഉണ്ടാകണമെന്നാണ് ഞാൻ സംശയിക്കുന്നത്. ഇത് എങ്ങനെ സംഭവിച്ചു? പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസ് എടുത്തിട്ടുണ്ടോ? ഇത് ആസൂത്രിത കൊലപാതകമാകാൻ സാധ്യതയില്ലേ? ആ സാധ്യതയിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒന്നിലധികം സംശയജനകമായ സാഹചര്യങ്ങൾ അവിടെ ഇല്ലേ? ഇതാണ് ഞാനിന്ന് പരിശോധിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾക്ക് എൻ്റെ നേരെ വിരൽ ചൂണ്ടി തെറി വിളിക്കാനൊക്കെ തോന്നുന്നുണ്ടാകാം. ഇവന് എന്താണ് ഈ കാര്യം? അവിടെ വളരെ സ്വാഭാവികമായ സംഭവങ്ങൾ മാത്രമല്ലേ നടന്നിട്ടുള്ളൂ. ജീവനക്കാർ വന്നു, ലിഫ്റ്റ് ഓപ്പറേറ്റ് ചെയ്യാൻ ശ്രമിച്ചു, അത് വളരെ വേഗത്തിൽ മുകളിലോട്ട് പോയി ഇടിച്ചു, അദ്ദേഹം ലിഫ്റ്റിനകത്ത് വെച്ച് പരിക്കേറ്റു കിടന്നു, മരണപ്പെട്ടു. ഇത് സ്വാഭാവികമല്ലേ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നാം. പക്ഷേ ഇതിനകത്ത് അസ്വാഭാവികമായ ചില എലമെൻറ്റുകൾ നമുക്ക് സംശയിക്കാൻ ഉണ്ട് എന്നതാണ് വാസ്തവം. ഒന്ന്, അദ്ദേഹത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടമാണെന്ന് നമുക്ക് സംശയിക്കാം, അല്ലെങ്കിൽ ഉറപ്പിച്ച് പറയാം. പവിത്ര ജ്വല്ലറിയുടെ കെട്ടിടം 4 നില കെട്ടിടമാണ് എന്ന് പറയാൻ കാരണം നമ്മളവിടെ പോയിട്ടില്ല. ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ലിഫ്റ്റ് മുകളിൽ പോയി ഇടിക്കുന്നത് 4ാമത്തെ നിലയുടെ മുകളിലാണ് ചെന്ന് ഇടിക്കുന്നത് എന്നാണ് ലഭ്യമായ വിവരങ്ങൾ. അദ്ദേഹം ഉച്ചയ്ക്ക് 12:30 ലിഫ്റ്റിലേക്ക് കയറുന്നു, താഴേക്ക് ഇറങ്ങാൻ ശ്രമിക്കുന്നു. ലിഫ്റ്റിലെ കറണ്ട് പെട്ടെന്ന് പോകുന്നു. നമുക്കറിയാം, നമ്മൾ എല്ലാവരും ലിഫ്റ്റിൽ കയറിയിട്ടുള്ള വ്യക്തികളാണ്. ലിഫ്റ്റിൽ കയറുമ്പോൾ തന്നെ അതിനകത്ത് കുറേ നോട്ടീസുകളുണ്ട്, എഴുതി വച്ചിട്ടുണ്ടാകും. കറണ്ട് പോയാൽ എന്ത് ചെയ്യണം, അലാം എവിടെയാണ്, നിങ്ങൾ പെട്ടെന്ന് ഓപ്പറേറ്റ് ചെയ്യേണ്ട ബട്ടൺ എവിടെയാണ്, നിങ്ങളുടെ സെക്യൂരിറ്റി ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്നൊക്കെ കൃത്യമായി അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഈ സണ്ണി ഫ്രാൻസിസ് പറയുന്ന വ്യക്തി ലിഫ്റ്റിൽ പലതവണ കയറിയിട്ടുണ്ടാകും. ഒരുപക്ഷെങ്കിൽ ലിഫ്റ്റ് സ്ഥാപിക്കുമ്പോൾ ലിഫ്റ്റിൻ്റെ കമ്പനി ഉടമകളുമായി ലിഫ്റ്റ് സ്ഥാപിക്കുമ്പോൾ തന്നെ അതിൻ്റെ സെക്യൂരിറ്റി മെഷേഴ്സൊക്കെ പരിശോധിച്ച വ്യക്തികളിൽ ഏറ്റവും പ്രമുഖനായ വ്യക്തി സണ്ണി ഫ്രാൻസിസ് ആയിരിക്കണം. അതുകൊണ്ട് അതിൻ്റെ സെക്യൂരിറ്റി മെഷേഴ്സിനെ കുറിച്ച് അദ്ദേഹത്തിന് യാതൊരു സംശയവും ഉണ്ടാകാനിടയില്ല. അദ്ദേഹത്തിന് അതൊക്കെ കൃത്യമായി അറിയാവുന്ന വ്യക്തി ആയിരിക്കണം സണ്ണി ഫ്രാൻസിസ്. ആ സെക്യൂരിറ്റി പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അദ്ദേഹം ആ ലിഫ്റ്റ് അവിടെ സ്ഥാപിക്കില്ല. അദ്ദേഹത്തിന് അറിയാമായിരിക്കണം അതൊക്കെ. ഇപ്പോൾ ആധുനിക സജ്ജീകരണം അനുസരിച്ച് കറണ്ട് പോയി കഴിഞ്ഞാൽ അതിനകത്ത് നിന്ന് മാനുവലായി ഓപ്പറേറ്റ് ചെയ്ത് ലിഫ്റ്റിൻ്റെ 2 പാളിയുള്ള ലിഫ്റ്റാണെങ്കിൽ അതിൻ്റെ ഡോറൊക്കെ തുറക്കാനുള്ള സംവിധാനമൊക്കെ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ അത്യാധുനിക സംവിധാനങ്ങളുള്ള ലിഫ്റ്റുകളൊക്കെ ഇപ്പോൾ ഉണ്ട്. കാരണം ഇത് 4 നില കെട്ടിടമാണ്. ഇത് വലിയ വേഗത്തിൽ 200-300 കിലോമീറ്റർ വേഗത്തിലൊന്നും സഞ്ചരിക്കുന്ന സംഭവമല്ല. വളരെ നോർമൽ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു ലിഫ്റ്റ് ആയിരിക്കണം 4 നില കെട്ടിടത്തിലൊക്കെ സ്ഥാപിക്കുന്നത്. അല്ലാതെ വലിയ വേഗത്തിൽ സഞ്ചരിക്കുന്ന ലിഫ്റ്റിനൊന്നും പഞ്ചായത്തോ അതുപോലെ തന്നെ അവിടുത്തെ അധികാരികളൊന്നും അനുമതി കൊടുക്കാനും സാധ്യത ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ അനുമതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ത്രിതല പഞ്ചായത്ത് അധികാരികളും ഇതിനകത്ത് പ്രതികളായി വരും. ആ കെട്ടിടത്തിൽ അങ്ങനെ അമിത വേഗത്തിലും അമിത ഭാരമൊക്കെ തൂക്കാനും കയറ്റാനും ഒക്കെ ഉള്ള ലിഫ്റ്റിന് അനുമതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരുമൊക്കെയും പ്രതികളായി വരാം. ഈ കെട്ടിടത്തിന് അനുമതി കൊടുക്കുമ്പോൾ ഉള്ള പ്രത്യേകതകൾ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഈ സെക്യൂരിറ്റി മെഷേഴ്സ് കൃത്യമായി അറിയാവുന്ന വ്യക്തിയാണ് സണ്ണി ഫ്രാൻസിസ് എന്നത് ഒന്നാമത്തെ കാര്യം. 2, ഇതിനകത്ത് നിന്ന് ഇദ്ദേഹം കറണ്ട് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ലിഫ്റ്റ് ഓട്ടോമാറ്റിക് ലിഫ്റ്റാണ് സംഭവിക്കാവുന്ന കാര്യം. ഈ ലിഫ്റ്റ് അടുത്ത നിലയിലേക്ക് എത്തി നിൽക്കുന്നതാണ് സാധാരണ ക്രമീകരണം. അപ്പോൾ ഈ ലിഫ്റ്റ് കൃത്യമായി സർവീസ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ ലിഫ്റ്റ് നിർമ്മിച്ച കമ്പനിക്കെതിരെ കേസെടുക്കാവുന്നതാണ്. ഇതിനകത്ത് മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ കുറ്റം അവർക്കെതിരെ ചുമത്താവുന്നതാണ്. ഒന്നാമത്തെ സംഭവം. കാരണം അവർ കൃത്യമായി സർവീസ് ചെയ്തിരുന്നുവെങ്കിൽ ഇങ്ങനെ ഈ ലിഫ്റ്റ് ഇടയ്ക്ക് കുടുങ്ങിപ്പോവുകയോ അല്ലെങ്കിൽ ലിഫ്റ്റ് അമിത വേഗത്തിൽ പോവുകയോ ചെയ്യുമായിരുന്നില്ല എന്നതാണ് ഒരു കാര്യം. അതുകൊണ്ട് ലിഫ്റ്റ് കമ്പനിക്കെതിരെയും കേസെടുക്കാവുന്നതാണ് ഈ സംഭവത്തിൽ. ലിഫ്റ്റ് അവിടെ നിന്നിരിക്കട്ടെ. നിന്നപ്പോൾ ഇദ്ദേഹം വിളിക്കുന്നു. ഇദ്ദേഹത്തിൻ്റെ ജീവനക്കാരെയാണ് വിളിക്കുന്നത്. ജീവനക്കാർക്ക് പുറത്തുനിന്ന് തുറക്കാനുള്ള ഓപ്ഷനുണ്ട്. ലിഫ്റ്റിൻ്റെ മുകൾ വശത്ത് നമ്മൾ കണ്ടിട്ടുണ്ടാകുമല്ലോ ഒരു ചെറിയ ഹോളും ഈ സ്പാനർ കൊണ്ട് സ്പാനറോ പ്രത്യേക ഉപകരണങ്ങൾ കൊണ്ട് തുറക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഹോളും ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാകും, ഒരു ഡോറിൽ കാണുന്നുണ്ടാകും. അത് പുറത്തു നിന്ന് ഡോർ തുറക്കാനുള്ള സംവിധാനമാണ്. ഡബിൾ ഡോർ സംവിധാനമുള്ള ലിഫ്റ്റ് ആണെങ്കിൽ, ഈവൻ ഗ്രില്ലാണെങ്കിൽ പോലും അങ്ങനെ തുറക്കാനുള്ള സംവിധാനമുണ്ട്. കുടുങ്ങുകയാണെങ്കിൽ തുറക്കാനുള്ള സംവിധാനം ഉണ്ട്. പുറത്തു നിന്ന് ഡോർ തുറക്കാനുള്ള സംവിധാനം, ഡോർ തുറന്ന് ഒരാളെ രക്ഷിക്കാനുള്ള സംവിധാനം
ഉണ്ട് ലിഫ്റ്റിൽ. അങ്ങനെ അല്ലാത്ത ലിഫ്റ്റാണോ ഈ കെട്ടിടത്തിൽ ഉണ്ടായിരുന്നതെന്നും പരിശോധിക്കണം. ഇനി ലിഫ്റ്റ് ഓപ്പറേറ്റർമാരെ, അതായത് ലിഫ്റ്റ് കമ്പനിക്കാരെ സണ്ണി ഫ്രാൻസിസ് വിളിച്ചു എന്ന് പറയുന്നു, ഫോൺ ചെയ്ത് വിളിച്ചു. അപ്പോൾ ആ ലിഫ്റ്റ് കമ്പനിക്കാരെ എന്തുകൊണ്ട് വന്നില്ല? അതൊരു വലിയ ചോദ്യമല്ലേ. ലിഫ്റ്റ് കമ്പനിക്കാർ കട്ടപ്പന ആ ഭാഗത്ത് ഉണ്ടാകണമല്ലോ, അല്ലെങ്കിൽ ജില്ലയിൽ തന്നെ ഉണ്ടാകണമല്ലോ, ജില്ലയിൽ ഒരു ഓഫീസെങ്കിലും അവർക്ക് ഉണ്ടാകണമല്ലോ. ഓടിയെത്താവുന്ന ദൂരമല്ലേ ഉള്ളൂ. 2 മണിക്കൂർ നേരം പ്രാണൻ കയ്യിൽ പിടിച്ച് അവിടെ ലിഫ്റ്റിനകത്ത് പിടഞ്ഞു കിടക്കുകയാണ്. ഫയർഫോഴ്സ് വന്ന് 2 മണിക്കൂർ പരിശ്രമിച്ചിട്ടാണ് ലിഫ്റ്റ് തുറന്ന് ഇദ്ദേഹത്തെ പുറത്തെടുത്ത് ഹോസ്പിറ്റലിൽ എത്തിക്കുന്നത്. ഈ 2 മണിക്കൂർ നേരവും ലിഫ്റ്റ് കമ്പനിക്കാർ അവിടെ എത്താതിരുന്നു എന്നുള്ളത് വലിയ സംശയമല്ലേ. ഫസ്റ്റ് ഇൻഫർമേഷൻ മാത്രമേ നമുക്ക് ലഭിച്ചിട്ടുള്ളൂ. വലിയ സംശയം തന്നെയല്ലേ അത്. എന്തുകൊണ്ട് ഈ കമ്പനിക്കാർ അവിടെ എത്തിയില്ല? അല്ലെങ്കിൽ കമ്പനിക്കാർ എത്തിയിരുന്നുവെങ്കിൽ ലിഫ്റ്റ് ഈസി ആയിട്ട് തുറക്കാൻ പറ്റിയേനല്ലോ. അവർക്കറിയാമല്ലോ ലിഫ്റ്റ് തുറക്കേണ്ട സാങ്കേതിക സംവിധാനങ്ങൾ അവർക്കറിയാം. ഫയർഫോഴ്സ് ഇത്രയും പ്രയാസപ്പെടേണ്ട ആവശ്യമില്ല. 2 മണിക്കൂർ നേരം ഈ വേദന, തല പൊട്ടി ചോര ഒലിപ്പിച്ച ഒരാൾ അകത്ത് കിടക്കില്ലല്ലോ. അപ്പോൾ അതും ഒരു വലിയ വീഴ്ചയാണ്. ലിഫ്റ്റ് കമ്പനിക്കാർക്ക് എതിരെ കുറ്റം ചുമത്താവുന്ന വകുപ്പുകൾ അവിടെ ഉണ്ട്. പിന്നെ മറ്റൊന്ന്, ഈ ലിഫ്റ്റ് ഓപ്പറേറ്റ് ചെയ്ത് ശീലമില്ലാത്ത സെക്യൂരിറ്റിക്കാരോ അല്ലെങ്കിൽ ഈ ജ്വല്ലറി ജീവനക്കാരോ ആണ് ഇത് ഓപ്പറേറ്റ് ചെയ്തത് എന്നാണ് ഇപ്പോൾ പറയുന്നത്. പോലീസുകാർ കണ്ടെത്തിയിരിക്കുന്നത് അങ്ങനെയാണ്. പോലീസുകാർ കണ്ടെത്തിയിരിക്കുന്നത് അവരുടെ ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് അനുസരിച്ച് പോലീസ് പറയുന്നത് അസ്വാഭാവികത ഒന്നുമില്ല, പരിചയസമ്പന്നരല്ലാത്ത ആളുകൾ ലിഫ്റ്റ് ഓപ്പറേറ്റ് ചെയ്തു. അപ്പോൾ ലിഫ്റ്റ് എന്ത് ചെയ്തു? അമിത വേഗത്തിൽ മുകളിലോട്ട് പോയി ഇടിച്ചു, പിന്നെ താഴോട്ട് വന്ന് ഇടിച്ചു. ഇങ്ങനെയൊക്കെയാണ് പോലീസ് പറയുന്നത്. അഴകുഴമ്പൻ അന്വേഷണമാണ് ഇപ്പോൾ പോലീസ് നടത്തിയിരിക്കുന്നത്. അങ്ങനെ എങ്ങനെ സംഭവിക്കുമെന്ന് നമുക്ക് സംശയിക്കാം. ഈ ജീവനക്കാർ ലിഫ്റ്റ് കമ്പനിക്കാർ കൊടുത്ത നിർദ്ദേശമനുസരിച്ചാകുമല്ലോ ചെയ്തത്. നമുക്കിപ്പോൾ ഒരു കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇലക്ട്രോണിക് വസ്തു പെട്ടെന്ന് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് നിന്ന് പോയി കഴിഞ്ഞാൽ നമ്മൾ ഉടനെ സർവീസ് സെൻറ്ററിൽ വിളിക്കും. അവരാദ്യം വരുന്നതിന് മുന്നേ ഫോണിലൂടെ പറയും, നിങ്ങൾ ആ കീ ഒന്ന് തൊട്ട് നോക്കൂ, അല്ലെങ്കിൽ ഈ കീ ഒന്ന് അമർത്തി നോക്കൂ എന്നൊക്കെ പറയില്ലേ. അപ്പോൾ നമ്മൾ അതനുസരിച്ച് ചെയ്ത് നോക്കും, ശരിയാകില്ല. അപ്പോൾ പറയും അത് ശരിയായില്ല. ഇപ്പോൾ തന്നെ പ്രധാനമായും ഈ ഡിജിറ്റൽ മീഡിയയിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ എനിക്കൊക്കെ സംഭവിക്കുന്നതാണ്. യൂട്യൂബ് ലൈവ് കൊടുക്കണം. അപ്പോൾ ലൈവിൻ്റെ പ്രധാന സോഴ്സിൽ നിന്ന് യൂട്യൂബിലേക്ക് ലൈവ് കൊടുക്കുന്ന എങ്ങനെയെന്നൊക്കെ നമ്മൾ ഈ യൂട്യൂബ് ലൈവ് സ്ട്രീം ചെയ്യുന്ന ആളുകളോട് പെട്ടെന്ന് വിളിച്ച് ചോദിക്കുമ്പോൾ അവർ പറയും യൂട്യൂബിൽ ഇങ്ങനെയൊക്കെ ചെയ്യൂ എന്നൊക്കെ പറയും. പെട്ടെന്ന് നമുക്ക് ആ കീ ഒന്നും അല്ലെങ്കിൽ ആ പാത്തുകളൊന്നും പെട്ടെന്ന് മനസ്സിലാകണമെന്നില്ല. അപ്പോൾ നമുക്ക് ടെൻഷൻ വരും. അപ്പോൾ അവരെ വിളിച്ചു വരുത്തി ഒരു ദിവസം അവർ നേരിട്ട് നമുക്ക് പറഞ്ഞു തരുമ്പോൾ മാത്രമേ കൃത്യമായി മനസ്സിലാവുകയുള്ളൂ. അതുപോലെ തന്നെ ആകണം ഈ ലിഫ്റ്റ് ഇവർ ഓപ്പറേറ്റ് ചെയ്യാൻ ശ്രമിച്ചത്. അങ്ങനെ ആകാം. ഒരുപക്ഷെ ഇവർക്ക് പരിചയമില്ല. ഇവരുടെ ആ ബോക്സൊക്കെ തുറന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്തിരിക്കാം, സാങ്കേതിക വശങ്ങൾ എന്തെങ്കിലും ചെയ്തിരിക്കാം. ചിലപ്പോൾ ലിഫ്റ്റ് മുകളിലേക്ക് പോയിരിക്കാം. എങ്കിലും ഈ ലിഫ്റ്റ് കമ്പനിക്കാർ അവിടെ വന്ന് ചെയ്യണമോ? ഒരുപക്ഷെങ്കിൽ ഇയാൾ അകത്ത് കിടന്നിരുന്നുവെങ്കിലും ഈ അപകടം സംഭവിക്കില്ലല്ലോ. അകത്ത് നിന്നിരുന്നെങ്കിലും ഫയർഫോഴ്സിനെ വിളിച്ചിരുന്നുവെങ്കിൽ ഫയർഫോഴ്സ് വന്ന് കുത്തി തുറന്ന് രക്ഷപ്പെടുത്തുമായിരുന്നല്ലോ. ഇത് അങ്ങനെ ഒരു പോസിബിലിറ്റി അവിടെ ഉണ്ടായിരുന്നു. ഫയർഫോഴ്സിനെ വിളിച്ചിരുന്നുവെങ്കിൽ അവർ വന്ന് വളരെ ഈസിയായി ലിഫ്റ്റ് തുറന്ന് ഇദ്ദേഹത്തെ, വേറെ ഒരു ജ്വല്ലറിയുടെ ഉടമയാണ്, വ്യാവസായിക പ്രമുഖനാണ്, കട്ടപ്പനയിലെ വ്യാവസായിക പ്രമുഖനാണ് സണ്ണി ഫ്രാൻസിസ്. എല്ലാവർക്കും അറിയാവുന്ന പ്രമുഖ വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കുക, അദ്ദേഹം ഒരു അപകടത്തിൽപ്പെട്ടു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഫയർഫോഴ്സ് വരാതിരിക്കുമോ? ഫയർഫോഴ്സിനെ വിളിച്ചാൽ പോരായിരുന്നു. ഫയർഫോഴ്സ് വന്ന് അദ്ദേഹത്തിൻ്റെ ജീവൻ വളരെ ഈസിയായി രക്ഷിക്കുമായിരുന്നു. ഇത് ലിഫ്റ്റ് കമ്പനിക്കാരനെ വിളിച്ചു, ലിഫ്റ്റ് കമ്പനിക്കാരൻ വന്നില്ല. ലിഫ്റ്റ് കമ്പനിക്കാരൻ ജ്വല്ലറിയിലെ ജീവനക്കാരനോട് പറയുന്നു എന്തൊക്കെ ചെയ്യാൻ പറയുന്നു. അവൻ എന്തൊക്കെ ചെയ്തു. ഇയാളുടെ തല അവിടെ പോയി മുട്ടി, 4ാം നിലയിൽ പോയി മുട്ടി തല പൊട്ടി മരിക്കുന്നു. ഇത് അസ്വാഭാവിക മരണമാണോ ആസൂത്രിത കൊലപാതകമാണോ? മര്യാദയ്ക്ക് 112 വിളിച്ചു പറഞ്ഞിരുന്നുവെങ്കിൽ ആര് വരുമായിരുന്നു? ഫയർഫോഴ്സ് വരുമായിരുന്നു. തല പൊട്ടുമായിരുന്നു? ഇല്ല. മരിക്കുമായിരുന്നു? ഇല്ല. അങ്ങനെ വളരെ തൂവൽ കൊണ്ട് ജീവൻ രക്ഷിക്കാമായിരുന്നു. ഒരു തൂവൽ സ്പർശം, ഫയർഫോഴ്സിന്റെ ഒരു തൂവൽ സ്പർശം കൊണ്ട് സണ്ണി ഫ്രാൻസിസിന്റെ ജീവൻ രക്ഷിക്കാമായിരുന്നു. ലിഫ്റ്റ് അപകടത്തിൽ നിന്ന് ജീവൻ രക്ഷിക്കാമായിരുന്നു. നമുക്കറിയാം 4 പേർ ലിഫ്റ്റിൽ കുടുങ്ങി, 5 പേർ ലിഫ്റ്റിൽ കുടുങ്ങി, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ലിഫ്റ്റിൽ കുടുങ്ങി എന്നൊക്കെ വാർത്തകൾ വന്നിട്ടില്ലേ? അവിടെയൊക്കെ ദ്രവിച്ചും തുരുമ്പിച്ചും ഇരിക്കുന്ന ലിഫ്റ്റുകളാണ്. അവിടെ നിന്നൊക്കെ ആളുകളെ നിഷ്പ്രയാസം നമ്മുടെ ഫയർഫോഴ്സ് പോയി രക്ഷിച്ചിട്ടില്ലേ? നമ്മുടെ റെസ്ക്യൂ ടീം പോയി രക്ഷിച്ചിട്ടില്ലേ? അതൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ? അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇമാതിരി ഇത്രയും ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് ലിഫ്റ്റ് സ്ഥാപിച്ച്, സ്വന്തം സ്ഥാപനത്തിൽ ലിഫ്റ്റ് സ്ഥാപിച്ച് അവന്മാരെ രക്ഷിക്കാൻ വിളിക്കുമ്പോൾ അവന്മാരെന്താണ് സ്ഥലത്ത് വന്നതുമില്ല. അവന്മാര് എന്തൊക്കെയോ പറഞ്ഞു കൊടുത്തു.
ജീവനക്കാർ എന്തൊക്കെ ചെയ്തു, അവസാനം എന്താണ്, മുതലാളി മയ്യത്തുമായി. എങ്ങനെ ഇരിക്കുന്ന കാര്യങ്ങൾ? അസ്വാഭാവികത ഇല്ലേ പോലീസെ? എന്നിട്ട് പറയുന്നു എന്താണ്, ജീവനക്കാർ അറിയാതെ ലിഫ്റ്റ് പ്രവർത്തിപ്പിച്ചു ചെയ്തപ്പോഴാണ് എന്താണ് അമിത വേഗത്തിൽ ലിഫ്റ്റ് മുകളിൽ ടോപ്പിൽ പോയി ഇടിച്ച് തലപൊട്ടി ചത്തുപോയെന്ന് പോലീസ് റിപ്പോർട്ട് എഴുതി വച്ചേക്കുന്നു. അസ്വാഭാവിക മരണത്തിന് കേസ് രജിസ്റ്റർ ചെയ്യണം. ലിഫ്റ്റ് കമ്പനിക്കെതിരെ നരഹത്യാ കുറ്റത്തിന് കേസെടുക്കണം. അതായത് മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ കുറ്റത്തിന് കേസെടുക്കണം. അതാണ് വേണ്ടത്. സണ്ണി ഫ്രാൻസിസിനെ പോലെയുള്ള ഒരാളെ മനഃപൂർവ്വം കൊലയ്ക്ക് കൊടുക്കുകയായിരുന്നുവെന്ന് ഞാൻ പറയുന്നു. ഇത്തരം സംഭവം ആദ്യം പ്രഥമ വിവര റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ഞാൻ പറയുന്നു ഇതൊരു കൊലപാതകം തന്നെയാണ് എന്ന്.